ഹലോ, ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കോളിഫ്ലവർ മസാല കറിയാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ ഇത് വളരെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 300 ഗ്രാം അളവിലേക്ക് വരുന്ന കോളിഫ്ലവർ ചെറിയ പീസുകളാക്കിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കോളിഫ്ലവറൊക്കെ ഒന്നോ രണ്ടോ വെള്ളത്തിലൊന്ന് കഴുകാട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഗ്രീൻ പീസുകളാണ്. അപ്പോൾ ഗ്രീൻ പീസ് എൻ്റെ കയ്യിലുള്ളത് പച്ച ഗ്രീൻ പീസാണ്, അതായത് ഉണങ്ങാത്ത ഗ്രീൻ പീസാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഇതൊക്കെ ഒന്ന് കളക്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ അല്ലാത്ത ഗ്രീൻ പീസാണ്, അതായത് ഉണക്ക ഗ്രീൻ പീസാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതൊന്ന് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു പാത്രത്തിൽ 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ അളവിൽ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തു. 3 പച്ചമുളക് ഒന്ന് ചെറുതായി കട്ട് ചെയ്തൊന്ന് ചേർത്തിട്ടുണ്ട്. ഒരല്പം കറിവേപ്പില കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഉള്ളിയാണ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു മീഡിയം അളവിലൊക്കെ വരുന്ന സവാളയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ചെറിയ പീസായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ അളവിൽ ഉപ്പും 1/2 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരല്പം നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ തന്നെ ഇടാൻ വേണ്ടി പ്രത്യേകം സൂക്ഷിക്കുക. 1 സ്പൂൺ അളവിൽ നമ്മുടെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മല്ലിപ്പൊടിയുടെ പച്ചമണക്കം ഒന്ന് മാറി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ നല്ലൊരു കളറൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ മുളക് പൊടി കൂടി ഒന്ന് ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം ഞാനിനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അതൊന്ന് അരച്ചെടുത്തതാണ് ചേർത്തിട്ടുള്ളത്. തക്കാളി അരച്ചെടുത്തത് ചേർക്കുമ്പോൾ കൂടുതൽ എളുപ്പമാണ് കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പച്ചത്തക്കാളി ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ട് ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്താലും മതി. ഇനി ഞാൻ ഇതിലേക്ക് കോളിഫ്ലവർ നേരത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ചേർക്കുന്നത്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നമ്മുടെ മസാലയിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസ് കൂടി ഇതിലേക്കൊന്ന് ചേർക്കാം. അപ്പോൾ ഇത് പച്ച ഗ്രീൻ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഏകദേശം അതേ അളവിലുള്ള വേവ് തന്നെയാണ് ഇതിലേക്കുള്ളത്. അപ്പോൾ നേരത്തെ ഞാൻ തക്കാളി അരച്ച് വെച്ചിട്ടുള്ള അതേ ജാറിൽ തന്നെയാണ് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത് മൂടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 സ്പൂൺ അളവിൽ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. 3 തേങ്ങ കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നാണെങ്കിൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കോളിഫ്ലവറും നമ്മുടെ ഗ്രീൻ പീസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിനി അരപ്പൊന്ന് ചേർക്കാം. എന്നിട്ട് നമ്മുടെ ജാറിൽ ഒരല്പം കൂടി വെള്ളം ചേർത്തിട്ട് നമുക്ക് ഗ്രേവിക്ക് എത്രയാണോ വെള്ളം ആവശ്യമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർക്കാം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ കറി ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ അത് തിളച്ച് വരുമ്പോഴേക്കും ഞാനിപ്പോൾ അതിലേക്ക് 1 സ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ കൂടി ഒന്ന് ചേർക്കുന്നുണ്ട്. ഇനി ഒരല്പം കോറിയാണ്ടർ ലീഫ് കൂടി ഇട്ടിട്ട് നമുക്ക് നമ്മുടെ കറി വാങ്ങി വെക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമല്ലോ.